ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അധികമാരും അറിയാതെ ഒരു 20,000 പേർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് മരണത്തിനെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അത് മറ്റാരുമല്ല, ഹോർമിസ് കടലിടുക്കിൽ കുടുങ്ങിയ നാവികരാണ്. അതിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. വിദേശ രാജ്യങ്ങളുടെ കപ്പലുകളാണ്, അനവധി വിദേശ രാജ്യങ്ങളുടെ കപ്പലുകളുണ്ട്. ആ കപ്പലുകളുടെ ഒക്കെ ജീവനക്കാരുടെ എണ്ണമാണ് ഈ 20,000-ന് അടുത്ത് വരും എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ, അതായത് യുദ്ധവും മറ്റും ഇല്ലാതിരുന്ന സമയത്ത് 130ഓളം കപ്പലുകൾ കടന്നുപോയ ഹോർമുസ് കടലിടുക്കിലൂടെ കഴിഞ്ഞ 3-4 ആഴ്ചയായി കടന്നുപോയത് കേവലം 80 കപ്പലുകളാണ്. അതിൽ കുറച്ചൊക്കെ ഇന്ത്യൻ ഷിപ്പുകളും മറ്റും ഉണ്ടായിരുന്നു. 10 നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ പല കപ്പലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ 2680 നാവികർ ഹോർമുസ് കടലിടുക്ക് കടന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഏകദേശം 800 കപ്പലുകളാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമുസിൽ കുടുങ്ങിക്കിടന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൽ കുറച്ച് കപ്പലുകളൊക്കെ പോയി എങ്കിൽ തന്നെയും ഏതാണ്ട് 700-750ഓളം കപ്പലുകളും അതിലെ ജീവനക്കാരും കുടുങ്ങിക്കിടക്കുന്നു. ഇവരെ സംബന്ധിച്ച് രണ്ട് പക്ഷവും, ഇറാന്റെയും അമേരിക്കയുടെയും ഒക്കെ രണ്ട് പക്ഷത്തിന്റെ നടുക്കാണ്. ചെകുത്താനും കടലിലും ഒക്കെ ഇടയിൽ പെട്ടതുപോലെ എന്ന് പറയുന്നതിനെ അനർത്ഥമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഒരു ജീവിതം. ഏതായാലും അതിനുള്ള ചർച്ചകളും മറ്റും നടന്നു വരുന്നു. ഈ കപ്പലിലുള്ള ജീവനക്കാരെ, കാരണം അവർ ഈ യുദ്ധവുമായി ബന്ധമില്ലാത്തവരാണ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എണ്ണയും മറ്റും എടുക്കാൻ പോയവരാണ്. അപ്പോൾ അവരെ സുരക്ഷിതമായി എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ പല രാജ്യങ്ങളും നടത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.